മലപ്പുറം കരുവാരക്കുണ്ടിൽ 16-കാരുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയ സംഭവത്തിൽ 17-കാരൻ കസ്റ്റഡിയിൽ. മൃതദേഹം കാണിച്ചു കൊടുത്തയാളാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. പാണ്ടിക്കാട് തൊടികപ്പലം റെയിൽവേ ട്രാക്കിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. സുഹൃത്തുക്കളെ, എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? 14 വയസ്സുകാരിയെ കൈ കെട്ടിക്കൂട്ടിയ ശേഷം കഴുത്ത് ഞെരിച്ചു കൊന്നു, പീഡിപ്പിച്ചു കൊന്നു. അത് 16-കാരൻ. ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ. അതിന് 16-കാരൻ കൊടുത്ത മൊഴി എന്താണെന്നറിയോ? പെൺകുട്ടിക്ക് മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ട് എന്ന സംശയത്തിൽ കൊന്നു എന്ന് മൊഴി മാറ്റി പറഞ്ഞു. ഇത്ര ഭയാനകമായ ക്രൂരകൃത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ നടന്നത് നമ്മളെ നമ്മുടെ നാടിന് തൊട്ട് നമ്മൾ ദിവസേന ന്യൂസുകൾ കേൾക്കാറുണ്ട്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ന്യൂസുകൾ നമ്മൾ കേൾക്കാറുണ്ട്. പൊതുവെ ന്യൂസുകളൊക്കെ നമുക്ക് കേട്ടുകേൾവികളാണ്. അവിടെ സംഭവിച്ചു, ഇവിടെ അങ്ങനെ കൊന്നു, 12 വയസ്സുകാരെ കൊന്നു, 65 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്നു. ഇതൊക്കെ നമുക്ക് കേട്ടുകേൾവികളാണ്. നമ്മൾ തൊട്ട് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വരുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അലേർട്ടാണ് ഉണ്ടാകുന്നതും നമ്മൾ പ്രതികരിക്കേണ്ടി വരുന്നതും. ഗൈസ്, നെറികെട്ട ലോകം നമ്മൾ ശ്രദ്ധിക്കണം. നിയമ സംവിധാനം ക്രൂരകൃത്യങ്ങളും ക്രിമിനൽ മൈൻഡുകളും വളർത്തുന്നു. ഇനിയിപ്പോ ആ 16 വയസ്സുകാരൻ, അവന് കുറച്ച് കഴിഞ്ഞാൽ ജാമ്യം കിട്ടും, അവൻ നാട്ടിൽ നെഞ്ഞു വെച്ച് നടക്കും. 14-കാരിയുടെ വീട്ടുകാരുടെ അവസ്ഥ ഗൈസ് ശ്രദ്ധിക്കണം. കഴുത്ത് ഞെരിച്ച് കൊന്നതിന് പകരം തിരിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ കഴിയണം നിയമ സംവിധാനത്തിന്. കഴിയില്ല. അവൻ ജയിലിൽ നാട്ടിൽ കഴിഞ്ഞതിനേക്കാൾ സന്തോഷത്തിൽ അവൻ കഴിയും. അത്രയും സൗകര്യം ജയിൽ അധികൃതർ അവന് ചെയ്തു കൊടുക്കും. ഇതാണ് നമ്മൾ നാടിന്റെ അവസ്ഥ. തെറ്റ് ചെയ്യുന്നവരെയും ക്രിമിനൽസിനും വളർത്തുന്ന സാഹചര്യം. നേരെ മറിച്ച് 14-കാരിയുടെ വീട്ടുകാരുടെ അവസ്ഥ, ലാളിച്ച് ഓമനിച്ച് സ്നേഹിച്ച് വളർത്തിയ പൊന്നോമന മകൾ, നാളെയുടെ പ്രതീക്ഷയായിരുന്നു ആ മകള്. കാലാകാലം ആ വേദന പകരം അവർ ജീവിക്കണം. ഇവർ നാളെ ജയിലിൽ നിന്ന് ഇറങ്ങും, ജാമ്യം കിട്ടും, നെഞ്ചു വിരിച്ച് നടക്കും, അവർ പൊന്നാടി എണിക്കാൻ ആളുകൾ ഉണ്ടാവും. അതൊരു പ്രശ്നമല്ല. കാരണം എന്താ? നിയമങ്ങൾ അനുകൂലമായിരുന്നു. ഗൈസ്, സൊസൈറ്റി ഈസ് വെരി ക്രൂവൽ. നമ്മളെ മക്കളെ ശ്രദ്ധിക്കണം ഗൈസ്. നിയമ സംവിധാനങ്ങളെയും മറ്റുള്ളവരെ നമ്മൾ കാത്തു നിൽക്കരുത് ഗൈസ്. തെറ്റ് ചെയ്യുന്നവനെ പ്രോത്സാഹിപ്പിക്കുന്ന നിയമമാണ്. നമ്മളെ മക്കൾ എവിടെ പോകുന്നു, എപ്പോൾ വരുന്നു, ആരായിരുന്നു കൂടെ എന്ന് നമ്മൾ ചോദിക്കുക തന്നെ വേണം. അവർ ചിലപ്പോൾ പറയും തന്ത വൈബാണ്, ഇങ്ങളത്തെ അന്നത്തെ കാലമല്ല, ഇപ്പോഴത്തെ സാഹചര്യം മാറി, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ട്രെൻഡ്. ഗൈസ്, അവർ നമ്മളെ മക്കളാണ്. ചെറുപ്പം മുതൽ പിച്ച് വെച്ച നാൾ മുതൽ ഇപ്പോഴും അവർ നമ്മളെ പൊന്നമ്മളെ മക്കളാ. ട്രെൻഡൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം ഗൈസ്. കാരണം ഞാൻ പറഞ്ഞോ, നിയമ സംവിധാനങ്ങളെയോ മറ്റുള്ള നമ്മൾ കാത്തു നിൽക്കരുത്. സൊസൈറ്റി ഈസ് വെരി ക്രൂവൽ. നെറികെട്ട ലോകം.